all, welcome back to my YouTube channel Shreeba's Rijidam. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ബീഫ് ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബീഫ് വാങ്ങുമ്പോൾ നമ്മൾ എല്ലോട് കൂടിയ ബീഫ് അതുപോലെ അധികം നെയ്യില്ലാത്തത് വാങ്ങണം. പിന്നെ ഇതൊക്കെ നല്ലോണം കഴുകി നേരത്തെ അരിപ്പ പാത്രത്തിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചേക്കണം. പിന്നെ നമ്മൾ റൈസ് ഏതാണോ എടുക്കുന്നത് അത് കുതിർത്ത് വയ്ക്കാനുള്ളതാണെങ്കിൽ അതുമൊക്കെ ചെയ്ത് വയ്ക്കണം. പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ മസാലകളൊക്കെ പൊടിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാനുണ്ടാവും. അതുമൊക്കെ എല്ലാം വറുത്തൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1.5 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫാണ്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മസാലയൊക്കെ അതിൽ നല്ലവണ്ണം പിടിക്കും. പിന്നെ ബസ്മതി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് ആണ്. നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ അരച്ചെടുക്കണം. പെരിഞ്ജീരകം, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പട്ട, സ്റ്റാർ, ഇത്രയുമാണ് വേണ്ടത്. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില. ഇതും ഒന്ന് ചതച്ചെടുക്കുകയോ അരച്ചെടുക്കുകയോ ചെയ്യണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് മസാലകളൊക്കെ പുരട്ടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലി പുതിനയിലയൊക്കെ പേസ്റ്റും മസാല പേസ്റ്റും 1/3 ഭാഗം വെച്ചിട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ നീര്. ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് ബീഫിൽ പുരട്ടിയെടുക്കാം. ഇതിനി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 6 മുതൽ 8 വിസിൽ വരെ കേൾക്കുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 100 ml വെളിച്ചെണ്ണ, അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു 3 സവാള ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. സവാള ഇട്ട ഉടനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ കൈയെടുക്കാതെ ഇളക്കണം. എല്ലായിടവും ഒരുപോലെ മൂക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇത് നമുക്ക് വറുത്ത് കോരാം. മുഴുവൻ സവാളയും ഇതുപോലെ വറുത്ത് കോരണം. ഇനി നമുക്ക് കശുവണ്ടി ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇടുക. മുന്തിരിയും അതുപോലെ തന്നെ വറുത്തെടുക്കാം. കിസ്മിസ് അതും ഇതുപോലെ വറുത്ത് കോരി വയ്ക്കുക. ഇതെല്ലാം കൂടി വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 5-6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന 2 കഷ്ണം പട്ട, ഏലക്ക ഒരു 3-4, ഗ്രാമ്പു 4-5 എണ്ണം, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന, അതായത് 20 മിനിറ്റ് കുതിർത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെച്ചതാണ്. നല്ലവണ്ണം അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ റൈസ് നമ്മൾ വറുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ റൈസിന്.
ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വറുത്തെടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതേസമയം നിങ്ങൾ ചെറിയ അരി, അതായത് ജീരകശാല, കൈമ അങ്ങനെയുള്ള ഏതെങ്കിലും റൈസാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട്, ഇത് റൈസ് പരസ്പരം കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയത്തിൽ വയ്ക്കണം, ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, ചോറ് വേവില്ല. അപ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വറ്റി വരുമ്പോൾ കറക്റ്റ് റൈസ് നമുക്ക് കിട്ടും. ഫുള്ള് വെന്ത് പോകണ്ട, ഒരു 80% ഒക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒണിയനൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ഒണിയൻ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം വഴന്നു വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലകളുടെ ആ കൂട്ടും, അതുപോലെ മല്ലിയില, പുതിനയിലൊക്കെ കൂടി അരച്ച ആ ഒരു പേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞു വെച്ച 3 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ്റെ ഒരു 4/1 ഭാഗം എടുത്തിട്ട് അതൊന്ന് നല്ലവണ്ണം കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഗ്രേവിക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതിയാകും. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബീഫ് വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കുറച്ചുണ്ട്, ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. പിന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിരുന്നു, അതും കൂടി നോക്കാം. അതും ഇപ്പോൾ നല്ലവണ്ണം വെന്ത് കറക്റ്റ് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി വെന്ത് നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, കിസ്മിസ്, കാഷ്യൂ നട്ട് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില ഇതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ലെയർ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം, നെയ്യ്, പശുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയൻ, കിസ്മിസ്, കാഷ്യൂ നട്ട്, മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ള് ലെയർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം മൂടി വയ്ക്കണം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ബിരിയാണി പോട്ടാണ്. ഇതിൻ്റെ ലിഡ് നല്ലവണ്ണം ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ മൈദയോ അങ്ങനെ ഒന്നും ഒട്ടിച്ചു വയ്ക്കുന്നില്ല. അതേസമയം അധികം ടൈറ്റ് അല്ലാത്ത പാത്രമാണെങ്കിൽ മൈദ കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സൈഡിലൂടെ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു മൂടി വെച്ച് അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചാലും മതി, അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കുക. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ ടോപ്പിൽ നിന്ന് റൈസൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടിയിൽ നിന്ന് ആദ്യം ആ ബീഫ് കോരിയെടുക്കുക.
എന്നിട്ടത് പ്ലേറ്റിലേക്ക് ആക്കാം. അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ മുകളിലേക്ക് റൈസ് കോരിയിട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. പിന്നെ ഇതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അധികം നെയ്യില്ലാത്ത ബീഫായിരിക്കണം. അതുപോലെ ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അടികട്ടി ഇല്ലാത്തൊരു പാത്രത്തിലാണ് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ദം ചെയ്യുന്ന പാത്രം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ദം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ബിരിയാണി തയ്യാറാക്കി നോക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 പേർക്കുള്ള ബിരിയാണി ഇത് വെച്ച് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്